ഇരിക്കുവായിരുന്നോ? ഇത് എന്റെ വീട് തന്നെയല്ലേ, പിന്നെ ഞാൻ വേറെ എവിടെ ഇരിക്കണം? ഇല്ല, ഞാൻ ഉദ്ദേശിച്ച നീ ഈ റൂമിൽ ഇരിക്കുവായിരുന്നു. എന്താണ് വെപ്രാളം? എനിക്കെന്താ വെപ്രാളം? വെപ്രാളൊന്നുമില്ല. അവന്മാരായിട്ട് പിന്നെ സംസാരം വല്ലതും ഉണ്ടായോ? ശിവ, അവന്മാരെ നമ്മള് വിചാരിച്ചോലല്ല കേട്ടാ, അതൊക്കെ മേലെയാണ്. നന്നായിട്ട് നിന്ന് പരുങ്ങുന്നുണ്ട്. കാര്യം പറ, എന്താണ് കാര്യം പറ? എന്താണ് നല്ലതായിട്ട് നിന്ന് പരുങ്ങുന്നുണ്ട്? എന്താടാ? ഞാൻ ഇപ്പൊ പോയേ അവന്മാരോട്ട് ഇങ്ങനെ സംസാരിച്ചായിരുന്നേ. എന്നിട്ട് അല്ല, സംസാരിച്ചപ്പോ അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. ശിവു നമ്മൾ വിചാരിക്കും പോലല്ല. പിന്നെ അങ്ങേർക്ക് ചെയ്വോത്രി ഡ്രഗ്സിന്റെ ഡീലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. എന്ത്? അങ്ങേർക്ക് ഡ്രഗ്സിന്റെ ഡീലിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അമ്മേ നോക്കൂ, ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെയാവും. മിണ്ടാണ്ടിരി കൊച്ച. ആ ശിവുവിനെ ബാംഗ്ലൂരും കോയമ്പത്തൂരും ഒക്കെ കണക്ഷൻ ഉണ്ട്. ഈ ചെറുക്കൻ ഡീലറാണോ? മെയിൻ ഡീലറാണോന്ന് എനിക്ക് അറിഞ്ഞൂടാ, പക്ഷെ അത്യാവശ്യം ഈ സാധനത്തിന്റെ പരിപാടിയൊക്കെ ഉണ്ട്. ഞാൻ സംശയിച്ചത് വെറുതെ ആയില്ല. ഇത് ചേച്ചിയെ എങ്ങനെ അറിയാം? വല്ലപ്പോഴും പത്രവും ന്യൂസൊക്കെ ഒന്ന് നോക്കണം, അപ്പൊ അറിയാം. ശിവ, ചെന്നൈയില് ഒറ്റയ്ക്ക് ഹോസ്റ്റലില് തന്നെടേ ഞാൻ അവിടെ കൂട്ടിയിട്ട് കത്തിക്കുന്നു. ഒറ്റ ചവിട്ടോട്ടി ഞാൻ പാറയുടെ അത്ത് പോയി കിടക്കും. വെറുതെ കൂടെ ചെയ്യിപ്പിക്കരുത് നീ. സോറി, ഞാൻ പെട്ടെന്ന് അത് വിട് ചേച്ചി. എന്നെ ബാംഗ്ലൂരോട്ട് വിളിച്ച്. എന്തിനാണെങ്കിലും നീ ഒരിടത്തോട്ടും പോകത്തില്ല. ഇന്ന് അവനെ കവലയെ വെച്ച് കണ്ടാ പോലും മൈൻഡ് ചെയ്ത് കേട്ടോ. എടാ, ചെറുക്കന്റെ കൂടെ ഇരിക്കുന്നത് തന്നെ ഡേഞ്ചർ ആണ് ചേച്ചി. അവൻ ഇങ്ങനെ ആൾക്കാരിരിക്കുന്ന സ്ഥലത്തൊന്നും അവൻ പ്രത്യക്ഷപ്പെടൂല. ആളില്ലാത്ത ഒഴിഞ്ഞ സ്ഥലങ്ങളിൽ സാധനം കൊടുക്കാൻ വരും. നീ പോയേ, മക്കള് റൂം പോയിടാ. ചേട്ടൻ വിളിക്കാം, അപ്പൊ വന്നാ മതിയേ. അവിടെ നിന്ന് തലയിട്ട് നോക്കല്ലേ. ഈ അളിയന്റെ ഡീൽ എങ്ങനെയാണെന്ന് അറിയൂ? ആദ്യം നൈസില് പിള്ളേരെ ഇങ്ങനെ സൈഡിലാക്കും, എന്നിട്ട് ഓരോന്ന് വിഷമം പറഞ്ഞ് സാധനം കൊടുക്കും ഫ്രീ ആയിട്ട്. ഫ്രീ സാമ്പിൾ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് വിസിറ്റിംഗ് കാർഡും കൈ കൊടുക്കും. എന്നിട്ട് ഓരോ ഉപയോഗിക്കാൻ അറിയത്തില്ലെങ്കിൽ വിളിച്ചാൽ മതി, പറഞ്ഞു കൊടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് വിടും. കയ്യിലായി കഴിഞ്ഞതിന് ശേഷം ഇട്ട് ഇങ്ങനെ അമ്മാനോടും. അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ തീർന്നു. ദുഷ്ടന്മാര് ഇതേപോലെ എത്ര പിള്ളേർക്ക് അയാൾ കൊടുത്തു കാണും ഓരോ സാധനങ്ങള്. ഉറപ്പല്ലേ അവ ഉപയോഗിക്കില്ലെന്നാണ് പറയണേ? എനിക്ക് തോന്നണില്ല. ആഹാ, കൊള്ളാല. ബാക്കിയുള്ളവന്മാരുടെ ജീവിതം കൊണ്ട് തൊലച്ചിട്ട് അവരുന്ന് സൂഹിക്കുന്നത്. അവനത് എന്തിനാണ് ചെയ്യണത്? പൈസ. എടി, ഇത് ഭയങ്കര ബിസിനസ്. 50,000 രൂപയൊക്കെയാണ് ജസ്റ്റ് കോയമ്പത്തൂർ പോയിട്ട് വരുമ്പോൾ കിട്ടണമെന്നാണ് പറഞ്ഞേ. അത് മാത്രമല്ല, വേറൊരു കാര്യമുണ്ട്. അവൻ എനിക്കൊരു സാധനം തന്നു. എന്റെ ദൈവമേ, കേശവ, നീ ഇത് എന്തിനുള്ള പുറപ്പാടാണ്? ഞാൻ പറഞ്ഞില്ലേ, നമ്മുടെ കൈ നിൽക്കണ കളിയല്ല. ഞാൻ ആദ്യം വിചാരിച്ചത് നമ്മൾ വിചാരിച്ചത് നടക്കുമെന്ന്. നീ എന്തിനാണ് വാങ്ങാൻ പോയത്? വാങ്ങാതെ വേറെ വഴിയില്ല, എടുത്ത് കൈ വെച്ചെന്ന്. എന്റെ ദൈവമേ, ഈ ചെറുക്കനെ കൊണ്ട് അവൻ ഈ പ്രായത്തിൽ ഇങ്ങനെയൊക്കെ ചെയ്യണമെങ്കില് വലിയ വലിയ ആൾക്കാരൊക്കെ ആയിട്ട് കണക്ഷൻസ് ഉണ്ടാവൂടാ. ഞാൻ ഇതിപ്പം ചെന്നമ്മമാരുടെ കയറി കൊടുത്ത് ഇപ്പൊ ആദ്യം ഉണ്ടായിരുന്ന ധൈര്യമൊന്നും ഇല്ല ചേച്ചി. ഞാൻ എന്തായാലും ആലോചിക്കും.